എൻ്റെ പേര് മുസ്തഫ, പറമ്പൂർ ബസാറിനടുത്ത് കുരുവട്ടൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ വിഷയം ഈ ഇന്ത്യയിൽ ഗാന്ധിജി മുതൽ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നീ നേതാക്കന്മാരെല്ലാം തീവ്രവാദികളെ കൊണ്ട് വധിക്കപ്പെട്ടിട്ടുണ്ട്. ആ തീവ്രവാദികൾ ചരിത്രപരമായിട്ട് നമുക്ക് തെളിവ് ഉള്ളൊരു കാര്യമായതുകൊണ്ട് അവരെ വധിക്കപ്പെട്ട തീവ്രവാദികൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന് അറിയാൻ വേണ്ടി, ആ മുസ്ലിങ്ങളായിരുന്നോ അല്ല വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടായിരുന്നോ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരികയില്ല. ഇന്ത്യയിലെ രാഷ്ട്ര നേതാക്കൾ വധിക്കപ്പെട്ട തീവ്രവാദികൾ അവർ മുസ്ലിങ്ങളിൽപ്പെട്ടയാളാണോ അല്ല മറ്റുള്ളവരാണോ എന്നാണ് ചോദ്യം. ഇവിടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന മഹാത്മാഗാന്ധി നാഥൂറാം ഗോഡ്സെയാലാണ് വധിക്കപ്പെട്ടത്. അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകനായിരുന്നു, RSSൻ്റെ പ്രവർത്തകനായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഒരു ഹിന്ദു ഭീകരവാദിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് സിഖ് ഭീകരന്മാരാലാണ്. അന്ന് ഖലിസ്ഥാൻ ഭീകരവാദം, ഖലിസ്ഥാൻ തീവ്രവാദം, ഖലിസ്ഥാൻ രാഷ്ട്രവാദം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഖലിസ്ഥാൻവാദികളാലാണ് അവർ വധിക്കപ്പെട്ടത്. അവരുടെ മകൻ രാജീവ് ഗാന്ധി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ, അദ്ദേഹം വധിക്കപ്പെട്ടത് തമിഴ് ദേശീയവാദികളെ കൊണ്ടാണ്. LTTE തമിഴ് ദേശീയവാദികൾ, ശ്രീലങ്കൻ തമിഴ് മുന്നേറ്റ കഴകത്തിൻ്റെ ആളുകൾ, അവരിൽ പെട്ട ആളുകളാണ് ഇയാളെ വധിച്ചത്. അതിന് അവരുടെ രാജ്യത്തെ ശ്രീലങ്കയിലെ അവരുടെ തമിഴ് രാഷ്ട്രത്തിന് വേണ്ടിയുള്ള അവരുടെ പോരാട്ടത്തിൽ ശ്രീലങ്കൻ സർക്കാരിനെ രാജീവ് ഗാന്ധി സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത് എന്നാണ് ആ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇങ്ങനെ രാഷ്ട്ര നേതാക്കളുടെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോഴോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇവിടെ നടന്ന കലാപങ്ങളോ അല്ലെങ്കിൽ സ്ഫോടനങ്ങളോ ആയ ബന്ധപ്പെട്ടുകൊണ്ടോ പരിശോധിക്കുമ്പോൾ മുസ്ലിങ്ങളല്ല പലപ്പോഴും ഇതിലൊന്നും പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുതയാണ്. അതൊരു സത്യമാണ്. എത്രത്തോളം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദി സംഘടന അല്ലെങ്കിൽ ഏറ്റവും അധികം ഭീകരത ആരുടെ പക്ഷൽക്കൽ എന്നുള്ളതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ചിലപ്പോൾ ഒരേ വാക്കിൽ മുസ്ലിങ്ങളടക്കം പറയുക, ഇന്ന് നിലനിൽക്കുന്നത് ചോദിച്ചാൽ എന്താ പറയുക, കാശ്മീർ തീവ്രവാദികൾ എന്നായിരിക്കും പറയുക. ഹിസ്ബുൽ മുജാഹിദീനോ അല്ലെങ്കിൽ ലഷ്കർ-e-തൊയ്ബയോ അങ്ങനെല്ലാം അടങ്ങുന്ന കാശ്മീർ തീവ്രവാദികൾ എന്നായിരിക്കും. ഇന്നുള്ള നമ്മുടെ ഇന്ത്യയുടെ ഹോം മിനിസ്ട്രിയുടെ കണക്കനുസരിച്ച് ഈ വർഷം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം ഭീകരവാദ അല്ലെങ്കിൽ ഭീകരത എന്ന് പറയാൻ കഴിയുന്ന ഗറില്ല യുദ്ധമുറകളിലൂടെയോ അല്ലെങ്കിൽ അതേപോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെയോ ആളെ കൊന്നത് ഏറ്റവും കൂടുതൽ നക്സൽ തീവ്രവാദികളാണ്. രണ്ടാമത് ബോഡോ തീവ്രവാദികളാണ്. മൂന്നാമത് മാത്രമേ ഈ കാശ്മീരിലെ ഭീകരത എല്ലാം കടന്നു വരുന്നുള്ളൂ. പക്ഷേ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. എന്താ കാരണം? അതാണ് നേരത്തെ പറഞ്ഞത്. മീഡിയ ആ രംഗത്തെല്ലാം വളരെ സമർത്ഥമായി കളിക്കുന്നുണ്ട്. ശ്രീജിത്ത് എല്ലാം ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. മീഡിയ ആ രംഗത്തെല്ലാം വളരെ സമർത്ഥമായി കളിക്കുന്നുണ്ട്. മീഡിയ നമ്മളുടെ എല്ലാം തലച്ചോറുകൾക്കകത്ത് മുസ്ലിം ഭീകരതയാണ് നിലനിൽക്കുന്ന പച്ചയായ ഭീകരത എന്ന് വരുത്തുകയും രാജ്യത്തിനും ലോകത്തിനുമെല്ലാം നാശം അതുകൊണ്ടാണ് എന്ന് വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പിന്നെയുള്ളത് മറ്റേ രണ്ടെണ്ണം. ഇപ്പോൾ ഈ ഗോഡ്സെ RSSലുള്ള ആളായിരുന്നു എന്നും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആളായിരുന്നു എന്നുമെല്ലാമുള്ള കാര്യങ്ങൾ പലപ്പോഴും RSSൻ്റെയും VHPയുടെയും ആളുകൾ നിഷേധിക്കാറാണ് പതിവ്. അതിന് അദ്ദേഹത്തിന് മുമ്പ് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, വധിക്കുന്ന സമയത്തില്ല എന്നും അദ്ദേഹം അതല്ല RSSൻ്റെ പ്രചോദനം അനുസരിച്ചല്ല ചെയ്തിട്ടുള്ളത് എന്നെല്ലാം പറഞ്ഞിട്ട് ന്യായീകരിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതേപോലെ തന്നെ ഇന്ന് ഖലിസ്ഥാൻ ഭീകരവാദമോ അല്ലെങ്കിൽ തമിഴ് ഭീകരവാദമോ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇസ്ലാമിക ഭീകരവാദത്തെ ചിലപ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. പക്ഷേ എന്തായിരുന്നാലും ഇന്ന് നിലനിൽക്കുന്നത് തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭീകരതകളെ നമ്മളത് അതിൻ്റെ ഒരു തലം പോലും അറിയാതെ എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങളെ വലുതാക്കി കാണിച്ചിട്ട് അതിന് ഇസ്ലാമിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു ഏർപ്പാടാണ് മീഡിയ തുടർന്ന് വന്നിട്ടുള്ളത്. അത് ശരിയല്ല. അവിടെ കൃത്യമായി വിവരശേഖരം നടത്തുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് മീഡിയകൾ കടന്നു വന്നാൽ തന്നെ ഇത്തരം തെറ്റിദ്ധാരണകളിൽ നല്ലൊരു ശതമാനം ഇല്ലാതെയാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.